അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്ത വട്ടയപ്പത്തിൻ്റെ കൂടെ ഈ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. കരുതലെന്ന പരമ്പരയിലെ 13ാമത്തെ വീഡിയോ ആണിത്. അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കുമെല്ലാം പറ്റിയ നല്ലൊരു ഇഷ്ടു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ഇഷ്ടു ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കൻ ചെറുതായി നുറുക്കി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇഷ്ടു ഉണ്ടാക്കാൻ എപ്പോഴും ചിക്കൻ ചെറിയ കഷ്ണങ്ങളാണ് നല്ലത്. ഇനി വെന്തുടഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാനാണ് നമ്മൾ ചിക്കൻ ഇഷ്ടു ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ തലേ ദിവസം മസാലകളെല്ലാം ചേർത്ത് വേവിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ സ്റ്റൂ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടാകും. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ചിക്കൻ മസാലയോ ഒന്നും ചേർക്കരുത്. അതെല്ലാം ചേർത്താൽ സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോവും. ഇനി നമുക്കിതിങ്ങനെ തന്നെ കുറച്ച് നേരം വയ്ക്കാം. ഈ സമയത്ത് ചിക്കൻ വേവിക്കാൻ വേണ്ട മറ്റു ചേരുവകൾ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു വലിയ സവാള, 2 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിൽ വലിയ ഉള്ളിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി ചതച്ചെടുക്കാം. എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുക്കറിൻ്റെ മൂടിയും വിസിലും ഇട്ട് 2 വിസിൽ വരെ നന്നായി വേവിച്ചെടുക്കാം. വേവൽപ്പം കൂടിയാലും ഒട്ടും കുറഞ്ഞു പോകരുത്. ചിക്കൻ നന്നായി വെന്താൽ മാത്രമേ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ചിക്കൻ നമ്മൾ 2 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നീടാണ് സ്റ്റൂ തയ്യാറാക്കുന്നതെങ്കിൽ ചിക്കൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ തയ്യാറാക്കാം. സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 300 ഗ്രാം തൂക്കം വരുന്ന 2 ഉരുളക്കിഴങ്ങും 100 ഗ്രാം തൂക്കം വരുന്ന ഒരു ക്യാരറ്റും തൊലി കളയാതെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വേവിച്ചതിന് ശേഷം മാത്രമാണ് തൊലി കളയുന്നതും കഷ്ണങ്ങളാക്കുന്നതും. ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ മുഴുവനോടെ പുഴുങ്ങിയെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് സ്റ്റൂവിന് നല്ല രുചി കിട്ടുന്നത്. വേവിച്ചെടുത്ത ശേഷം തൊലി പെട്ടെന്ന് വിട്ട് കിട്ടുന്നതിനായി ഉരുളക്കിഴങ്ങിൻ്റെ മേൽ ചെറുതായി വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ നീളത്തിൽ അധികം ആഴത്തിലല്ലാതെ വരഞ്ഞു കൊടുത്താൽ മതി. ക്യാരറ്റ് വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ വേവിച്ചാൽ മതി. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് മുങ്ങുന്നത് വരെ ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ആ സമയത്ത് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ട മറ്റ് ചേരുവകൾ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു വലിയ സവാള, 2 പച്ചമുളക്, ഒരു വലിയ മുറി തേങ്ങ ചിരവിയത് എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് 1-ാം പാലും വീണ്ടും 1 ഗ്ലാസ് വെള്ളം ചേർത്ത് 2-ാം പാലും നമുക്ക് പിഴിഞ്ഞെടുക്കാം. വലിയുള്ളിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുക്കാം. എല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെന്തോന്ന് നോക്കാം. ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നമുക്ക് ആദ്യം വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഉരുളക്കിഴങ്ങ് വെന്തോന്ന് അറിയാൻ ഒരു പപ്പടക്കോലോട്ട് കുത്തി നോക്കാം. വളരെ എളുപ്പത്തിൽ ആഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇതിൽ കിടന്നാൽ കൂടുതൽ വെന്ത് പോവും. ഇനി നമുക്കിത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. എല്ലാം ഒന്ന് ചെറുതായി ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൊലി ഉരിഞ്ഞ് മാറ്റാം. ക്യാരറ്റ് ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കാം. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെയും തൊലി മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കാം.
എല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 ഏലക്കയുടെ കുരു, 4 കഷ്ണം കറുവപ്പട്ട, 6 കരയാമ്പൂ എന്നിവ ചേർക്കാം. എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. സ്റ്റൂവിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കുന്നത്. മുഴുവൻ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലൊരു 1/4 ഭാഗം മാത്രം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ഉടഞ്ഞ് ചേർന്ന് സ്റ്റൂവിൻ്റെ കളറ് മാറി പോകാതിരിക്കാനാണ് ഇത് നമ്മൾ അവസാനം ചേർക്കുന്നത്. ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. മേമ്പൊടിയായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അവസാനമായി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് ചേർക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം ചൂടാക്കി അതിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് നിറമാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി ചേർക്കാം. ഇനി ഇത് നമുക്ക് നേരെ സ്റ്റൂവിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്ത വട്ടയപ്പത്തിൻ്റെ കൂടെ ഈ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.